നമസ്കാരം. നമ്മളുടെ എല്ലാം ഒരുപാട് വലിയൊരു പ്രശ്നങ്ങളാണ് നമ്മുടെ ശത്രുക്കൾ. ഇവിടെ നമ്മുടെ കേരളത്തിലാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇതുപോലെ ശത്രുക്കൾ ജീവന് വയ്ക്കുക, അല്ലെങ്കിൽ അവരെ ഓടിച്ചു വിടാനുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനെ ഏറ്റവും കൂടുതൽ നടക്കുന്ന സ്ഥലം കേരളം തന്നെയാണ്. അതിൽ കുറച്ച് മുൻപന്തിയിൽ നിൽക്കുന്നത് തിരുവനന്തപുരം ആണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ശത്രുക്കളുടെ ശല്യത്തിൽ നിന്ന് നമുക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ രക്ഷപ്പെടാം എങ്കിൽ ഈ കാര്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നാശം കാണുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ലൊരു തിരിച്ചടി നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. നിങ്ങളെ തകർക്കുവാൻ വരെ പല കാര്യങ്ങളും ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാടുകളിൽ ഉണ്ട്. ഇതിലും ശത്രുദോഷം അഥവാ ശത്രുശല്യം എന്നാണ് ഇതിന് പറയുന്നത്. ശത്രുശല്യം ഇല്ലാത്ത ആളുകൾ നമ്മുടെ ലോകത്ത് വളരെ കുറവാണ്. പക്ഷേ നമുക്ക് പഴമതയുടെ രീതിയിൽ ചെയ്യാവുന്ന കുറച്ച് ഒരു കാര്യമുണ്ട്. ഇത് കേൾക്കുന്നവർക്ക് നിസ്സാരമായി തോന്നും, പക്ഷേ ഈ ഒരു അവസ്ഥ അനുഭവിക്കുന്നവർക്കായിരിക്കും അത് ഏറ്റവും വലിയ അവസ്ഥയായിട്ട് മനസ്സിലാവുന്നത്. നമ്മുടെ ഇവിടെ അനുഭവിക്കുന്ന ആളുകളെ ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മളൊരു പുതിയ കാറ് വാങ്ങിയാൽ അസൂയ, നല്ലൊരു ജോലി കിട്ടിയാൽ അസൂയ, അവർ സാമ്പത്തികമായിട്ട് കുറച്ച് കയറി വന്നാൽ അസൂയ, അവർ നമ്മളോട് മിണ്ടാതിരുന്നാൽ അസൂയ. ഏത് വിധേന വേണേലും നമ്മുടെ സ്ഥലത്ത് ശത്രുക്കൾ ഉണ്ടാകാൻ വളരെ ചെറിയ സമയം മാത്രം മതി. എങ്കിൽ എത്ര വലിയ ശത്രുക്കളാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവരെ എത്രയും പെട്ടെന്ന് ഓടിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളിൽ കൂടുതൽ പേർക്കും ബന്ധുക്കൾ തന്നെ ശത്രുക്കളാകാനും സാധ്യത കൂടുതലാണ്. നിങ്ങൾ അവർക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തെങ്കിൽ പോലും ഒരേ ഒരു കാര്യത്തിന് വേണ്ടി അവർ നിങ്ങളുടെ ശത്രുവായി മാറുകയും ചെയ്യും. നിങ്ങളുടെ വളർച്ച പോലും കാണുമ്പോൾ അവർക്ക് വളരെ അസൂയ തോന്നാറുണ്ട്. ബന്ധുക്കൾ അല്ലെങ്കിൽ അയൽക്കാർ നിങ്ങളുടെ വലിയ ശത്രുക്കളായി ഉണ്ടാവുകയും ചെയ്യും. ഇതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വരെ പെട്ടെന്ന് ഒരു ദിവസം ശത്രുക്കളായി മാറുന്നു. ഇതേ അനുഭവം ജോലിസ്ഥലത്തും ഉണ്ടാകാൻ 100% സാധ്യതയുണ്ട്. ഇതിൽ ആര് തന്നെയായാലും നിങ്ങളുടെ തകർച്ച കാണുവാനാണ് ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിക്കുന്നതും. മറ്റു ചിലർ നിങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷം ഉള്ളതുപോലെ അഭിനയിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള വ്യക്തികളെ വളരെയധികം സൂക്ഷിക്കണം. കാരണം ഇവരായിരിക്കും നമുക്ക് ഏറ്റവും അധികം പണി തരാൻ പോകുന്നത്. ഇങ്ങനെയുള്ള ശല്യങ്ങൾക്ക് ഈ ഒരു കർമ്മം മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാവും. തീർച്ചയായും നിങ്ങൾക്കത് നല്ലൊരു ഫലം ലഭിക്കും. ഞായർ, ചൊവ്വ, വെള്ളി, ശനി ഈ ദിവസങ്ങളിൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. പ്രത്യേകം ഓർക്കുക, ഞായർ, ചൊവ്വ, വെള്ളി, ശനി. സന്ധ്യയ്ക്ക് നമ്മൾ വിളക്ക് വെച്ച് അതിന് അഭിമുഖമായി ഇരുന്ന് വേണം ഇത് ചെയ്യുവാനായിട്ട്. ഇരിക്കുവാനായി ഒരു പായോ ഷീറ്റോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം വിളക്ക് വയ്ക്കാത്ത വേറൊരു ജാതിയിൽ, അതായത് ക്രിസ്ത്യനോ മുസ്ലിം, അങ്ങനെ ഒരു ജാതി മതം വെച്ചിട്ടല്ല ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിന് അതായത് ഇപ്പം നമുക്ക് നമ്മുടെ ഹിന്ദുസ് ആണെങ്കിൽ വൈകുന്നേരം വിളക്ക് വയ്ക്കാറുണ്ട്, ക്രിസ്ത്യൻസ് തിരി വയ്ക്കാറുണ്ട്. അപ്പം ഇങ്ങനെ ഇതിനൊരു സാഹചര്യം ഇല്ല. നമ്മൾ ഫ്ലാറ്റുകളിലേക്കാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു റൂമിലൊക്കെ താമസിച്ച് ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇതിന് ചെയ്യാൻ വേറൊരു വഴി കൂടിയുണ്ട്. അവർക്ക് ചെയ്യുവാനായിട്ട് നിങ്ങളൊരു റൂമിനകത്ത് ഒരു ഷീറ്റ് വിരിച്ചിട്ടിരുന്ന് കിഴക്കോട്ട് തിരിഞ്ഞിരുന്നാൽ മതിയാവും. ഇതിനു വേണ്ടി കായം, കർപ്പൂരം, ഒരു വെള്ള നൂല്, ഒരു കോടിമുണ്ടിൻ്റെ കഷ്ണം, ഇത്രയുമാണ് ആവശ്യം. എന്തൊക്കെയാണ്? കായം. ഇതിൻ്റെ കായപ്പൊടി ഉപയോഗിക്കാൻ പാടില്ല. കായം തന്നെ വേണം, കട്ടയായിട്ടുള്ള കായം തന്നെ വേണം. പിന്നെ കർപ്പൂരം, ഒരു വെള്ള നൂല്, കോടിമുണ്ടിൻ്റെ ഒരു കഷ്ണം. ഇനി മുകളിൽ പറഞ്ഞ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം വിളക്കിന് അഭിമുഖമായി ഇരുന്നു കൊണ്ട് വേണം നമ്മളിത് ചെയ്യുവാൻ. ഒരു കഷ്ണം കായം എടുത്ത് നിങ്ങൾ തല മുതൽ കാൽ വരെ ഒഴിഞ്ഞെടുക്കുക. 7 പ്രാവശ്യം വേണം ഒഴിയുവാനായിട്ട്. അതിൻ്റെ കൂടെ എല്ലാ കൺപേർ ദോഷങ്ങളും, സർവശത്രുദോഷങ്ങളും, വിളിദോഷങ്ങൾ, ശത്രുബാധകൾ എല്ലാം വിട്ടു പോകണമെന്ന് നിങ്ങൾ 7 പ്രാവശ്യം പറയുക. അങ്ങനെ നല്ലതായിട്ട് ഭഗവതിയോട് പ്രാർത്ഥിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ദൈവം ഏതാണോ അവരുടെ അടുത്ത് നമ്മുടെ മനസ്സറിഞ്ഞ് ദൈവത്തെ വിളിക്കുക. നിങ്ങളുടെ ദ്രോഹിക്കുന്നവരെ അറിയാമെങ്കിൽ അവരെ മനസ്സിൽ വിചാരിക്കുക. ഇപ്പോൾ നമുക്ക് നമ്മളെ ദ്രോഹിക്കുന്ന ഇന്ന ആളാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അവർ നമ്മളൊന്ന് മനസ്സിൽ കരുതുക. അടുത്തത് കർപ്പൂരം എടുക്കുക. കർപ്പൂരം ഇത്ര എണ്ണം എന്നില്ല, നമ്മളുടെ കയ്യിൽ എത്ര എണ്ണം കിട്ടുമോ
ഒരു 4-5 എടുത്താലും മതിയാവും. ആദ്യം ചെയ്തതുപോലെ തന്നെ വീണ്ടും ചെയ്യുക. നമ്മൾ കായം ഒഴിഞ്ഞതുപോലെ കർപ്പൂരം വെച്ചും ഒഴിയുക. ശേഷം ഇവ രണ്ടും എടുത്ത് തുണിയിൽ ഒരു കിഴി പോലെ ആക്കി വെള്ള നൂലിൽ കെട്ടുക. എടുത്ത് വച്ചിരിക്കുന്ന തുണിയിലേക്ക് കർപ്പൂരം, കായം ഇവ വെച്ച് ഈ വെള്ള നൂലിൽ നന്നായി കെട്ടുക. ഇത് കെട്ടിയതിന് ശേഷം 3 പ്രാവശ്യം വീണ്ടും ഒഴിയുക. നമ്മളുടെ പ്രശ്നങ്ങളും നമ്മുടെ ബാധകളും കൺപേറും വിളിദോഷം ശത്രുദോഷം എല്ലാം പോകാൻ വേണ്ടിയിട്ട് 3 പ്രാവശ്യം വീണ്ടും ഒഴിഞ്ഞ് നമ്മുടെ ഭഗവാനോട് ദൈവങ്ങളോട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ഇനി തെക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് ആരും ചവിട്ടാത്ത ഭാഗത്ത് പോയി ഇത് കത്തിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, തെക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗം, ഒരിക്കലും വടക്ക് കിഴക്ക് ഭാഗത്ത് ചെയ്യുവാൻ പാടില്ല. ശേഷം കൈകാലുകൾ വൃത്തിയായി കഴുകി വീട്ടിൽ കയറുക. എത്ര വലിയ ശത്രുക്കളാണെങ്കിലും ഇവർ പരക്കം പായുന്നത് നിങ്ങളുടെ മുന്നിൽ കാണാൻ സാധിക്കുന്നതുമാണ്. ഇത് ചെയ്തതിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. അവർ നിങ്ങളോട് ചെയ്തതിൻ്റെ ഫലമായിരിക്കും അവർ കിടന്ന് അനുഭവിക്കാൻ പോകുന്നത്. അവർ മുഖേന നമ്മൾ ഒരുപാട് സഹിച്ചിട്ടുണ്ടാവും അല്ലേ? ഈ സഹനം നമ്മൾ ചിലപ്പോൾ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നവരാണ്. എനിക്കറിയാം, എൻ്റെ കൺമുന്നിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാരിങ്ങനെ വേറെ പലയിടത്തും പോയി നെഗറ്റീവ് എനർജിയെ ചെയ്തിട്ടുള്ളതൊക്കെ ഒരുപാട് പേര് നമുക്കറിയാം. ഇതൊക്കെ ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് തിരിച്ചടിക്കും എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഈ ചെയ്തു വെച്ചതിന് ശേഷം ആർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഉപദ്രവിക്കുന്നത് അവർ കിടന്ന് കഷ്ടപ്പെടുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് ഒരുപാട് പേര് സങ്കടം പറഞ്ഞ് നമ്മൾ ഓരോ പ്രതിവിധി ചെയ്ത് അമ്പലങ്ങളിലേക്ക് പല കാര്യങ്ങളും ചെയ്ത് അത് ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ട് വന്ന് രക്ഷപ്പെട്ടു പോകുന്ന കാര്യങ്ങളും എനിക്കറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഒരു കാര്യം പരീക്ഷിച്ച് നോക്കുക. ഇതിലും നിന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ പ്രശ്നം വെച്ച് നോക്കേണ്ടത് അത്യാവശ്യമാണ്. എന്താണ് നമ്മളുടെ ഇടയിൽ സംഭവിച്ചിട്ടുള്ളത്, ഇല്ലെങ്കിൽ എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ നല്ലൊരു ആളെ കണ്ട് തീർത്തും കളയണം. ഇല്ലെങ്കിൽ നമ്മുടെ നമ്മൾ അങ്ങ് നശിച്ച് ഇല്ലാതാവുന്നത് വരെ നിങ്ങൾ ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. ഇങ്ങനെയൊരു സംശയം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യമൊന്ന് ചെയ്തു നോക്കൂ കേട്ടോ. മാറ്റങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമസ്കാരം. താങ്ക് യു.